പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, LDC LGS എക്സാമുകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള ക്വസ്റ്റ്യൻ സീരീസിൻ്റെ 5ാമത്തെ വീഡിയോ ആണിത്. ഈ വീഡിയോയിൽ ഞങ്ങൾ 20 ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. SCERTയിൽ നിന്ന് എടുത്തിട്ടുള്ള ബയോളജി ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. 20 ചോദ്യങ്ങളാണ്. 20 ചോദ്യങ്ങൾക്കും ഉത്തരം നൽകാൻ ശ്രമിക്കണം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം, DNA-യിൽ കാണപ്പെടാത്ത നൈട്രജൻ ബേസ് ഏതാണ്? DNA-യിൽ കാണപ്പെടാത്ത നൈട്രജൻ ബേസ് ഏതാണ്? ഉത്തരം യുറാസിനാണ്. അടുത്ത ചോദ്യം, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി. ഉത്തരം ഫീമറാണ്. അടുത്ത ചോദ്യം, പ്രത്യുൽപാദന വ്യവസ്ഥയുടെ ശരിയായ പ്രവർത്തനത്തിന് ആവശ്യമായിട്ടുള്ള വിറ്റാമിൻ ഏത്? പ്രത്യുൽപാദന വ്യവസ്ഥയുടെ ശരിയായ പ്രവർത്തനത്തിന് ആവശ്യമായിട്ടുള്ള വിറ്റാമിൻ ഏത്? ഉത്തരം വിറ്റാമിൻ ഇ ആണ്. അടുത്ത ചോദ്യം, ഒരു കോശത്തിലെ ഊർജ്ജ നിർമ്മാണ കേന്ദ്രം ഏതാണ്? ഒരു കോശത്തിലെ ഊർജ്ജ നിർമ്മാണ കേന്ദ്രം ഏതാണ്? ഉത്തരം മൈറ്റോകോൺട്രിയയാണ്. അടുത്ത ചോദ്യം, മനുഷ്യ ശരീരത്തിലേക്ക് വളം, കീടനാശിനി എന്നിവ ദോഷകരമായി കടന്നു ചെല്ലുന്നതിന് കൂടുതൽ കാരണമാകുന്നത് ഏതാണ്? മനുഷ്യ ശരീരത്തിലേക്ക് വളം, കീടനാശിനി എന്നിവ ദോഷകരമായി കടന്നു ചെല്ലുന്നതിന് കൂടുതൽ കാരണമാകുന്നത് ഏത് ഘടകമാണ്? ഓപ്ഷൻസിൽ മാംസാഹാരം, ഭൂഗർഭജലം, പഴങ്ങളും പച്ചക്കറികളും, മത്സ്യം വഴി. ഏതാണ് ഏറ്റവും ദോഷകരമായിട്ട് നമ്മുടെ ശരീരത്തിലേക്ക് വളം, കീടനാശിനി എന്നിവ എത്തുന്നതിന് പ്രധാന കാരണമാകുന്നത്? ഉത്തരം പഴങ്ങളും പച്ചക്കറികളുമാണ്. അടുത്ത ചോദ്യം, എല്ലിൻ്റെയും പല്ലിൻ്റെയും പ്രധാന ഘടകം. എല്ലിൻ്റെയും പല്ലിൻ്റെയും പ്രധാനപ്പെട്ട ഘടകം ഏതാണ്? ഉത്തരം കാൽസ്യം ഫോസ്ഫേറ്റ് ആണ്. അടുത്ത ചോദ്യം, സാർവത്രിക ദാതാവ് എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പ്. സാർവത്രിക ദാതാവ് എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പ്. ഉത്തരം O ഗ്രൂപ്പാണ്. അടുത്ത ചോദ്യം, കാഴ്ചശക്തി ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്ന നേത്രഭാഗം ഏതാണ്? കാഴ്ചശക്തി ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്ന നേത്രഭാഗം ഏതാണ്? ഉത്തരം പീതബിന്ദു. അടുത്ത ചോദ്യം, മുടിക്ക് കറുത്ത നിറം നൽകുന്ന വസ്തു ഏതാണ്? മുടിക്ക് കറുത്ത നിറം നൽകുന്ന വസ്തു ഏതാണ്? ഉത്തരം മെലാനിൻ. അടുത്ത ചോദ്യം, പേശികളുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏത്? പേശികളുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? ഉത്തരം സെറിബെല്ലം. അടുത്ത ചോദ്യം, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അന്തർസ്രാവി ഗ്രന്ഥി ഏത്? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അന്തർസ്രാവി ഗ്രന്ഥി ഏത്? ഉത്തരം തൈറോയിഡ് ഗ്രന്ഥി. അടുത്ത ചോദ്യം, നമ്മുടെ ശരീരത്തിലുള്ള ചുവന്ന രക്താണുക്കളുടെ ജീവിതകാലം എത്ര? നമ്മുടെ ശരീരത്തിലുള്ള ചുവന്ന രക്താണുക്കളുടെ ജീവിതകാലം എത്ര? ഉത്തരം 120 ദിവസം. ശരാശരി 120 ദിവസം. അടുത്ത ചോദ്യം, മനുഷ്യൻ്റെ പാൽപ്പല്ലുകളുടെ എണ്ണം എത്ര? മനുഷ്യരിലെ പാൽപ്പല്ലുകളുടെ എണ്ണം എത്ര? ഉത്തരം 20 ആണ്. അടുത്ത ചോദ്യം, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏത്? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏത്? ഉത്തരം കരളാണ്. അടുത്ത ചോദ്യം, മനുഷ്യ ഹൃദയത്തിൻ്റെ അറകളുടെ എണ്ണം എത്ര? മനുഷ്യ ഹൃദയത്തിൻ്റെ അറകളുടെ എണ്ണം എത്ര? ഉത്തരം 4 ആണ്. അടുത്ത ചോദ്യം, മനുഷ്യൻ്റെ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി. മനുഷ്യൻ്റെ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി. ഉത്തരം തുടയെല്ല്. അടുത്ത ചോദ്യം, മനുഷ്യൻ്റെ കണ്ണിലെ ലെൻസിന് പ്രകാശം കടത്തിവിടാനുള്ള കഴിവ് നഷ്ടപ്പെടുന്നത് കൊണ്ടുണ്ടാകുന്ന രോഗം ഏത്? മനുഷ്യൻ്റെ കണ്ണിലെ ലെൻസിന് പ്രകാശം കടത്തിവിടാനുള്ള കഴിവ് നഷ്ടപ്പെടുന്നത് കൊണ്ടുണ്ടാകുന്ന രോഗം ഏത്? ഉത്തരം തിമിരമാണ്. അടുത്ത ചോദ്യം, ശരീരത്തിലെ രാസപരീക്ഷണശാല എന്നറിയപ്പെടുന്ന അവയവം ഏത്? ശരീരത്തിലെ രാസപരീക്ഷണശാല എന്നറിയപ്പെടുന്ന അവയവം ഏത്? ഉത്തരം കരളാണ്. അടുത്ത ചോദ്യം, മനുഷ്യനേത്രത്തിൻ്റെ ഏതു ഭാഗമാണ് സാധാരണയായിട്ട് നേത്രദാനത്തിന് ഉപയോഗിക്കുന്നത്? മനുഷ്യ നേത്രത്തിൻ്റെ ഏതു ഭാഗമാണ് സാധാരണയായിട്ട് നേത്രദാനത്തിന് ഉപയോഗിക്കുന്നത്? ഉത്തരം കോർണിയ. അടുത്ത ചോദ്യം, ദാഹം എന്ന അവസ്ഥയ്ക്ക് കാരണമാകുന്ന മസ്തിഷ്കത്തിലെ ഭാഗം. ദാഹം എന്ന അവസ്ഥയ്ക്ക് കാരണമാകുന്ന മസ്തിഷ്കത്തിലെ ഭാഗം. ഉത്തരം ഹൈപ്പോതലാമസ്. 25 ചോദ്യങ്ങളായിട്ടുണ്ട്. SCERTയിൽ നിന്നാണ് നമ്മൾ ഈ ചോദ്യങ്ങളൊക്കെ എടുത്തിട്ടുള്ളത്. 8, 9, 10 ബയോളജി ടെക്സ്റ്റിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. ഈ ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇത്തരത്തിലുള്ള വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. തുടർന്നും ഇങ്ങനെയുള്ള വീഡിയോകൾക്ക് വേണ്ടിയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ മറ്റ് ക്വസ്റ്റ്യൻസുമായിട്ട് കാണാം. അതുവരേക്കും ബൈ.